ജീവിതയാത്രയിൽ എവിടെയും വിജയത്തിനു വേണ്ടി ജാതിയുടെ വാലു വേണ്ട എന്ന് ഉറച്ച നിലപാട് സ്വീകരിച്ച സഖാവ് സീതാറാം യെച്ചൂരി വിപ്ലവ ഭൂമിയിൽ നിന്ന് വിടവാങ്ങിയിരിക്കുന്നു. ഇടതുപക്ഷ മുഖങ്ങളിൽ വ്യത്യസ്തമായ ചിരിയോടുകൂടിയുള്ള ഒരു മുഖം. ഇടതുപക്ഷത്തിന് എല്ലാ കാലത്തും കരുത്തായിരുന്ന, കണിശതയും ആജ്ഞാശക്തിയും വേണ്ടുവോളം ഉണ്ടായിരുന്ന നേതാവ്. ദേശീയ തലത്തിൽ ദുർബലമായി കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് യെച്ചൂരി ആ സ്ഥാനത്ത് വീണ്ടും അവരോഹിതനായത്. എന്നാൽ കാലാവധി പൂർത്തിയാകും മുൻപേ മരണം അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി. വൈദേഹി ബ്രാഹ്മണരായ സർവേശ്വരി സോമയാജലു യെച്ചൂരിയുടെയും കൽപ്പകത്തിൻ്റെയും മകനായി 1952 ഓഗസ്റ്റ് 12 ചെന്നൈയിലാണ് അദ്ദേഹം ജനിച്ചത്. പേരിൻ്റെ വാലറ്റത്ത് നിന്ന് ജാതി മുറിച്ചു മാറ്റണമെന്ന് തീരുമാനിച്ച് സീതാറാം യെച്ചൂരിയായത് സുന്ദരരാമറെഡ്ഡിയിൽ നിന്നും പി സുന്ദരയ്യയായി മാറിയ CPMൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറിയെ മാതൃകയാക്കിയാണ്. അച്ഛൻ ആന്ധ്ര റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ എഞ്ചിനീയറായിരുന്നു. ഇടയ്ക്കിടെയുള്ള സ്ഥലം മാറ്റത്തിനൊപ്പം യെച്ചൂരിയുടെ സ്കൂളുകളും മാറി മാറി വന്നു. പഠനത്തിൽ മിടുക്കനായിരുന്ന യെച്ചൂരി 11ാം ക്ലാസ്സിലെ ബോർഡ് പരീക്ഷയിൽ രാജ്യത്ത് ഒന്നാമനായി. ഹൈദരാബാദിലെ നൈസാം കോളേജിൽ 1ാം വർഷ PUCക്ക് പഠിക്കുമ്പോൾ തെലങ്കാന പ്രക്ഷോഭത്തിൽ സജീവമായി. ഇതേ തുടർന്ന് ഒരു വർഷത്തെ പഠനം മുടങ്ങി. അച്ഛന് സ്ഥലം മാറ്റം ഡൽഹിയിലേക്കായതോടെ അവിടെ സെൻറ്റ് സ്റ്റീഫൻ കോളേജിൽ സാമ്പത്തിക ശാസ്ത്ര ബിരുദം നേടി. സ്റ്റീഫൻസിൽ നിന്ന് BA എക്കണോമിക്സിൽ 1ാം ക്ലാസ്സുമായാണ് യെച്ചൂരി ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ ചേരുന്നത്. അവിടുത്തെ പഠനം മടുത്തപ്പോഴാണ് JNUവിൽ അപേക്ഷിക്കുന്നത്. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് രാഷ്ട്രീയത്തിൽ യെച്ചൂരി സജീവമാകുന്നത്. പ്രകാശ് കാരാട്ടിനായി വോട്ട് തേടിയായിരുന്നു യെച്ചൂരിയുടെ ആദ്യ രാഷ്ട്രീയ പ്രസംഗം. കാരാട്ടിനെ JNU സർവകലാശാല യൂണിയൻ അധ്യക്ഷനായി ജയിപ്പിച്ച ശേഷമാണ് യെച്ചൂരി SFIയിൽ ചേർന്നത്. 1984 SFIയുടെ ദേശീയ പ്രസിഡന്റായി. 3 തവണ JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലും കഴിഞ്ഞു. 1988 തിരുവനന്തപുരത്ത് നടന്ന പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റിയിലെത്തി. 1992 കാരാട്ടിനും S രാമചന്ദ്രൻ പിള്ളയ്ക്കുമൊപ്പം പോളിറ്റ് ബ്യൂറോയിൽ യെച്ചൂരി അംഗമാകുമ്പോൾ വയസ്സ് 38, PBയിലെ ഏറ്റവും കുറഞ്ഞ പ്രായം. 2004 1ാം UPA സർക്കാരിൻ്റെ രൂപീകരണത്തിലും സുർജിത്തിനൊപ്പം പ്രധാന പങ്കുവഹിച്ചു. UPA സർക്കാരിൻ്റെ പൊതു മിനിമം പരിപാടിക്ക് രൂപം നൽകിയ സമിതിയിലെ CPM പ്രതിനിധിയായിരുന്നു. ആണവ കരാർ വിഷയത്തിൽ സർക്കാരും ഇടതുപക്ഷ പാർട്ടികളും തമ്മിൽ രൂപീകരിച്ച ഏകോപന സമിതിയിൽ പ്രകാശ് കാരാട്ടിനൊപ്പം യെച്ചൂരിയും അംഗമായി. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം രൂപീകരിക്കുന്നതിലും അതിൻ്റെ നേതൃനിരയിലും സജീവ ഇടപെടലാണ് അദ്ദേഹം നടത്തിയത്. രാഷ്ട്രീയ പോരാട്ട ഭൂമിയിൽ ഒരിക്കലും സ്വന്തം നിലപാട് ആർക്കുവേണ്ടിയും പണയം വെച്ചിട്ടില്ലാത്ത സഖാവ്. താൻ പറയുന്ന അഭിപ്രായങ്ങൾ, താൻ പറയുന്ന മറുപടികൾ അത് ആലോചിച്ച് മാത്രം പറയും. ആ പറയുന്ന മറുപടികൾ പിന്നീട് ഒരിക്കലും അദ്ദേഹം മാറ്റി പറഞ്ഞിട്ടുമില്ല. രാഷ്ട്രീയത്തിൽ നേരും നിറയും എന്നും ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ഇടതു നേതാവ് സഖാവ് സീതാറാം യെച്ചൂരി വിടവാങ്ങി. പോരാട്ട ഭൂമിയിലെ ആ രക്തതാരകത്തിന് M5 ന്യൂസിൻ്റെ ആദരാഞ്ജലികൾ.